തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഹൈടെക് സിറ്റി എന്ന കമ്പനിയിലൂടെ തന്നെ അത് യാഥാർത്ഥ്യമാവും. ഗൗതമില്ലാതെ ഇത് നടക്കില്ല. എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റ് ശിവാനി എന്റർപ്രൈസസിന് തന്നെ സാറിന് കൊടുത്തുകൂടെ? കൂടുതൽ ആലോചിക്കാതെ തന്നെ ഗൗതം പറഞ്ഞ അതേ നോ ഞാൻ തിരിച്ചു പറയുന്നു. നോ. ഒറ്റ കാര്യം മാത്രം സാറ് ചെയ്താൽ മതി. ശിവാനി എന്റർപ്രൈസസിലെ പ്രണവിനെ വിളിച്ചു വരുത്തി സാർ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കണം. എനിക്കൊരു ഒറ്റ മാസത്തെ കാലാവധി വേണം. ഈ പ്രോജക്റ്റിൽ ഒരു കൺസൾട്ടന്റ് ആയിട്ട് ഞാൻ ഉണ്ടാവും. ഇത് വെറുതെ ഒരു റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞ് അതിന്റെ വില ഞാൻ കളയുന്നില്ല. ഒരപേക്ഷ, താഴ്മയായിട്ട് നടത്തുന്ന ഒരു അഭ്യർത്ഥന. ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ തിരിച്ചുവരവിനും ഈശ്വരമംഗല കുടുംബം വീണ്ടും ഒന്നിക്കുന്നതിനും സാർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു 100 സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സാർ ഇപ്പോൾ ഒരു സമ്മതം മൂളിയാൽ അതിന് കാരണമാവും. ഞാൻ പറഞ്ഞല്ലോ സർ, പേരിന് പ്രണവ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. പക്ഷെ പ്രോജക്റ്റ് നടക്കുന്നത് ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ പേരിൽ തന്നെയായിരിക്കും. ചെയർമാന്റെ സ്ഥാനത്ത് അവിടെ പ്രണവാണെങ്കിലും ഒരു കൺസൾട്ടന്റ് ആയിട്ടെങ്കിലും സാർ ആഗ്രഹിക്കുന്ന പ്രോജക്റ്റിന് ഒരു പോറല് പോലും ഏൽക്കാതെ നടത്തിത്തരാൻ 5 പൈസ പോലും പ്രതിഫലം പറ്റാതെ ഞാൻ ഉണ്ടാവും കൂടെ. ഞാൻ പറഞ്ഞല്ലോ സർ, തകർന്നു പോയ എന്റെ കുടുംബത്തിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ എന്തെങ്കിലും ഈ പ്രോജക്റ്റിന്റെ പിറകിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പിലാണ് പ്രണവിന് ഈ പ്രോജക്റ്റ് കൊടുക്കുന്നതെന്ന് തൽക്കാലം അവനെ അറിയുകയും ചെയ്യരുത്. ഇത് ഞാനും സാറും തമ്മിലുള്ള ഒരു ഡീൽ. സാർ ഓക്കെ പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് നടക്കും. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒന്നും വേണ്ട, നമ്മൾ കൈ കൊടുക്കുന്നു. എംവാക് പ്രോജക്റ്റിന് വേണ്ടി തൽക്കാലം പ്രണവ് ഒന്നും അറിയുന്നില്ല. ഓക്കെ ഓക്കെ സർ. ഹലോ. ഹലോ, ഞാൻ ഹൈടെക് സിറ്റിയിൽ നിന്ന് രാജീവ് മാധവനാണ് വിളിക്കുന്നത്. മനസ്സിലായി സാർ, എന്താണ് കാര്യം? എനിക്ക് പ്രണവിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എത്രയും പെട്ടെന്ന് പ്രണവൻ എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? ഒരു കാര്യം പറയാനുണ്ട്. ഇനി ഞാൻ വന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല സാർ. ഗൗതമിന്റെ കയ്യിൽ നിന്നും ആ കൺസേൺ ലെറ്റർ ഒപ്പിട്ട് വാങ്ങിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആ പ്രൊജക്ട് എനിക്ക് നഷ്ടപ്പെടുമെന്നും ഏകദേശം എനിക്ക് ഉറപ്പായി. നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ച് തള്ളിക്കളയാതെ നേടിയെടുക്കാനായി അവസാന നിമിഷം വരെയും പോരാടുന്നവനാണ് പ്രണവേ, ഒരു യഥാർത്ഥ ബിസിനസ്മാൻ. മോട്ടിവേഷൻ ഒന്നും കേൾക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല സാർ ഞാൻ. ഇത് വെറും മോട്ടിവേഷൻ അല്ല. ഹൈടെക് സിറ്റിയുടെ എംവാക് പ്രോജക്റ്റ് ശിവാനി എന്റർപ്രൈസസിന്റെ പേരിൽ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ പ്രണവ് ഗോപിനാഥാണ്. ഞാനോ? ശിവാനി എന്റർപ്രൈസസോ? അതെങ്ങനെ? ഇതെങ്ങനെ നേടിയെടുക്കുമെന്ന് പ്രണവ് വേണം എനിക്ക് പറഞ്ഞുതരാൻ. ചെയർപേഴ്സണെ നേരിൽ കണ്ടിരുന്നു അല്ലേ? എന്തു പറഞ്ഞാ സാറിനെ വീഴ്ത്തിയത്? ഞാനാരെയും കണ്ടിട്ടില്ല സാർ. ഈ ചെയർപേഴ്സണെ എനിക്ക് അറിഞ്ഞൂലും കൂടാ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഒരു 10 മിനിറ്റ് മുമ്പ് ചെയർപേഴ്സൺ എന്നെ വിളിച്ചിരുന്നു. ശിവാനി എന്റർപ്രൈസസിന്റെ പേരിൽ പ്രണവിന് ഈ പ്രോജക്റ്റ് കൊടുക്കണമെന്നും ഇന്ന് തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്നും പറഞ്ഞു. ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് പോലും കൂടാതെ സ്വന്തം റിസ്കിലാണ് സാർ ഈ പ്രോജക്റ്റ് പ്രണവിന് തരുന്നത്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. സത്യത്തിൽ ഇത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല സാർ. എനിവേ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഒക്കെ നേരിട്ട് പറഞ്ഞാൽ മതി. വേഗം ഓഫീസിലേക്ക് വരാൻ നോക്ക്. ഇന്ന് തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യണം. ഞാൻ ഇപ്പൊ തന്നെ വരാം സാർ. ശരി ശരി, ഓക്കെ. അവിടെ കിച്ചണിൽ ആരാ ഉള്ളത്? ഇങ്ങോട്ട് വന്നേ. വിളിച്ചത് കേട്ടില്ല, ഇങ്ങോട്ട് വരാൻ. എന്തിനാ മോളെ നീ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് അടുക്കളയിൽ വന്നൂടെ? അതിന് ഞാൻ വിളിച്ചത് അമ്മയല്ലല്ലോ, സെർവന്റിനെ അല്ലേ. അവളോടെ
അവളെ ഇങ്ങോട്ട് വിളിക്ക്. അത് പറയാതിരിക്കുന്നതാ ഭംഗി. ആ സെർവന്റ് ഇന്ന് വന്നാ നാളെ വരില്ല, നാളെ വന്നാ മറ്റന്നാ വരില്ല. അതാ പരിപാടി. അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഇതൊക്കെ നോക്കി നടത്താനല്ലേ അമ്മ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടു ജോലിക്ക് ഒരാള് പോരാന്നും 2 or 3 ആളെ വെച്ചോളാനും ഞാൻ അമ്മയോട് പറഞ്ഞതാ. ഒരാവശ്യത്തിന് വിളിച്ച എപ്പോഴും കൺമുന്നിൽ ഒരു സെർവന്റ് വേണം, അല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും?